ടിക്ചാൻ ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ പോകും നമ്മള് ഇന്ന് തമിഴ്നാട്ടില് കുഞ്ഞിയുടെ 2-3 കൂട്ടുകാരുണ്ട് കേട്ടോ. അവരിന്ന് കുഞ്ഞിയെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ രാവിലെ അങ്ങോട്ട് പോകാൻ തുടങ്ങും. അവരെല്ലാം പോയെന്ന് തോന്നുന്നു. അപ്പം എന്നാൽ പോയേക്കല്ലേ? പോയേക്കാം. രാവിലെ തമിഴ്നാട്ടിൽ പോകാനായിട്ടേ ഇന്നും മഴയാന്ന് തോന്നുന്നു കേട്ടോ. ചെറിയൊരു മഴയുണ്ടല്ലേ? മഴ അവിടുത്തെ കാലാവസ്ഥ പറയാൻ പറ്റത്തില്ല. ഞാൻ രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴത്തേക്കും പണിക്കാർ വണ്ടി കയറി വരാൻ തോന്നുന്നു. ബോർഡറൊക്കെ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഇറങ്ങും കേട്ടോ. അവിടെ വെയിലാന്ന് തോന്നുന്നു. സന്തോഷം വരുന്നുണ്ടോ? ഇവിടെയാന്ന് തോന്നുന്നു. അവിടെ നല്ല അടിപൊളി മഞ്ഞ വെളിച്ചം കാണുന്നത് ഭയങ്കര സന്തോഷമല്ലേ? ഇവിടെ വരാമെങ്കിൽ ഇച്ചിരി കൂടെ അങ്ങോട്ട് നീങ്ങി വന്ന അല്ലേ? അങ്ങോട്ട് വരികയല്ല. ഇതുണ്ടോ, ഇഷ്ടം പോലെ വണ്ടികൾ വരും. അതായത് തമിഴ്നാട്ടിലെ ഇന്ന് കേരളത്തിലേക്ക് ഇടുക്കി ജില്ലയിലേക്കുള്ളൊരു 3 ചെക്ക് പോസ്റ്റുകളുണ്ട്. അതായത് കമ്പംമെട്ട്, കുമളി, ബോഡിമെട്ട്. ഈ 3 ചെക്ക് പോസ്റ്റ് വഴി ഡെയിലി ഏതാണ്ട് 1000-ഓളം വണ്ടികളാണ് ഇങ്ങനെ കയറി വരുന്നത്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ രാവിലത്തെ ബസ്സിനും എല്ലാം പണിക്കാർ വരും. അതുപോലെ ഈ ചെറിയ ചെറിയ വണ്ടികളുണ്ട്, ബൈക്ക്, സ്കൂട്ടർ, എല്ലാ സാധനത്തിലും ആളുകൾ പണി ജോലിക്കാർ കയറി വരുന്ന ഈ എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ടേ ഏലം തോട്ടത്തിലെ പണിക്കായിട്ട് വരുന്ന. താഴെ നല്ല തെളിച്ചമുണ്ടല്ലേ? കുഞ്ഞിക്കൊരു സന്തോഷമായി കേട്ടോ. നിന്റെ കൂട്ടുകാർ 2 പേര് രാവിലെ വെയില് കാണാൻ വന്നിരിക്കുന്നു. കൂട്ടുകാരോ? ഒരാളുകളോടെ നല്ല വെയിലുണ്ട്. ഇവിടെ ഉള്ളു വെയില്, കേരളത്തിൽ വെയിലില്ല, മഴ കേട്ടോ. അതെ, അതാണ് ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ വെയിലായല്ലേ? കുറച്ച് കഴിയുമ്പോ ചൂട് കൂടുമ്പോ കുഞ്ഞി എനിക്ക് തോന്നുന്നേ രാവിലെ ഇത്ര നേരത്തെ എഴുന്നേക്കുന്ന ആദ്യം വന്നു. നമ്മുടെ അവിടെ ഈ സമയത്ത് നേരം വെളുക്കുകയല്ലോ. അതെ അതെ, അവിടെ എപ്പോഴും മഞ്ഞും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് അവിടെ ഉച്ചയാകണം ഈ കാലാവസ്ഥ കയറിയണമെങ്കിൽ. പൊളി കാലാവസ്ഥ, മരങ്ങളുടെ തണലല്ലേ. രാവിലെ കൂളിംഗ് ഗ്ലാസ് വെക്കേണ്ടി വരുമോ കുഞ്ഞി? ആരാ കുഞ്ഞി? മമ്മൂട്ടിയാണോ വണ്ടി ഓടിക്കുന്നത്? അതെ അതെ, കളിയാക്കാതെ ആള് മാറിയില്ല പെട്ടെന്ന്. അയ്യോ, ഒരു രക്ഷയില്ല. ആ വെട്ടം അപ്പം കഴിഞ്ഞ് നമ്മള് നേരെ KK പെട്ടിക്കാ പോകുന്നത്. KK പെട്ടിയിൽ നമ്മൾ അണ്ണന്റെ വീടിന്റെ അവിടെ ചെന്നിട്ട് അവിടുന്ന് ഒരു അമ്പലമുണ്ട്, അവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടെ പോകണമെന്നാ പറഞ്ഞത്. നമ്മൾ എല്ലാം നോക്കി അവിടെ ആൾക്കാർ ഇരിപ്പുണ്ട്. അവരെ കൂടെ കൂട്ടി വേണം പോവാൻ കേട്ടോ. പോയേക്കല്ലേ? രാവിലത്തെ തമിഴ്നാട്ടിലെ ഒരു പ്രഭാതം കണ്ടോ? ആളുകളെല്ലാം ഓരോരുത്തരായിട്ട് ജോലിക്ക് പോകുന്നു. ഇവിടെ നല്ല ഇപ്പൊ 6 മണി കഴിഞ്ഞ് 6:50 ആയതേ ഉള്ളൂ. നമ്മളവിടെ ആണെങ്കിൽ മഞ്ഞും തണുപ്പൊക്കെ അല്ലേ. ഇവിടെ കണ്ടോ നല്ല വെയിലല്ലേ. നമുക്കവിടെ ഓണത്തിന് വരെ മഴയല്ലായിരുന്നു. അടിപൊളി സീനല്ലേ? നല്ല തെങ്ങും അല്ലേ, വാഴത്തോട്ടം, തെങ്ങും തോട്ടം, നെല്ലും തോട്ടം, എല്ലാ തോട്ടങ്ങളും ഉണ്ട്. അതുപോലെ നല്ല രസമല്ലേ കാണാനല്ലേ? നേരം വെളുത്തിങ്ങി വരുമ്പോഴത്തേക്കിനുവേ 2 സൈഡ്. ഈ സൈഡ് കണ്ടോ, അടിപൊളിയാ. നാളെ നമ്മള് വന്നപ്പോ നല്ല വിളഞ്ഞു നിൽക്കുവാ. ഇവിടെയുള്ള ആളുകളൊക്കെ നല്ലപോലെ കാർഷിക ജോലികളിൽ നല്ലപോലെ ഏർപ്പെടുന്ന ആളുകളാണ്. അവരുടെ വരുമാന മാർഗം തന്നെ കൃഷിയാണ്. അതിന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടും ഉണ്ട്. ഇതുകൊണ്ടോ കുഞ്ഞി
ട്രാക്ടറും ഒക്കെ ആയിട്ട് പോകുന്നതുണ്ടോ? ഇതെല്ലാം കൃഷി സ്ഥലത്തേക്ക് പോകുന്ന ആളുകളാണ്. ഞാൻ മുന്നേ പോകുന്ന വണ്ടിയില്ലേ, ആ വണ്ടിയിലാണ് നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ആളുകളൊക്കെ കേട്ടോ. നിന്റെ കൂട്ടുകാരൊക്കെ അതിനകത്തുണ്ട്. കൂട്ടുകാരനെ കണ്ടിട്ട് നീ എന്നെ മിണ്ടായിരുന്നേ. നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല അല്ലേ? നമുക്ക് ഇവരുടെ മുന്നേ കയറിപ്പോ അല്ലേ? അത് ശരിയാണല്ലോ, അത് പറഞ്ഞില്ലല്ലോ അല്ലേ? അത് നമുക്ക് അവിടെ ചെന്നിട്ട് പറഞ്ഞാ പോരെ? മതി മതി. നമ്മള് വെറൈറ്റി ഒരു യാത്ര കേട്ടോ, ആദ്യമായിട്ട് പോവാ. എന്നാ സംഭവം ഒന്നും ആർക്കും അറിയത്തില്ല. അതെ, എങ്ങോട്ടാ എവിടാണെന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് പറയാം. തമിഴ്നാട്ടിലാണേ. ശരിക്കും വന്നാലോചിച്ചു നമ്മുടെ വശങ്ങളുടെ വണ്ടിയെല്ലാം മുന്നാടി പോയി. അതെല്ലാം കേരളത്തിന്റെ മലനിരകളാണ് കേട്ടോ. കൈലാസമല്ല, രാമക്കൽമേട് ആ ഭാഗമൊക്കെയാണ്. അടിപൊളി സ്ഥലമല്ലേ? രണ്ട് സൈഡിലും നല്ല പുളിമരങ്ങൾ. ആന്ധ്രാപ്രദേശിലൊക്കെ ആന്റിയമ്മ പോകുന്നവരുണ്ട്. ഇവിടെയൊക്കെ ആളുകളൊക്കെ രാവിലെ തന്നെ വയലിലൊക്കെ പണി തുടങ്ങി കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. കാർഷിക വൃത്തിയാണ് കൂടുതലും. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ നല്ല സൂപ്പർ വ്യൂസാണ്. ചുറ്റിനും മലനിരകളും അതിൻ്റെ ഇഷ്ടം പോലെ കാറ്റാടി. ഇതേ ഒരു കാളവണ്ടി. ഇഷ്ടംപോലെ ആളുകളാണ് രാവിലെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ്. 8:34 സമയം. നല്ല രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ആര്യവേപ്പിൻ്റെ മരങ്ങളും പുളിമരങ്ങളും. ഈ ആര്യവേപ്പ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നല്ലപോലെ ഉണ്ടാകുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇഷ്ടം പോലെ വെയിലൊക്കെ ആകുമ്പോഴത്തേക്കിനും വന്നിരുന്ന് വയലിൽ നിന്ന് കയറി തണലൊക്കെ നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ വേലപ്പർ കോവിലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ തേനിയുടെ അടുത്തുള്ള വേലപ്പർ കോവിലിലാണ്, ആണ്ടിപ്പറ്റി അടുത്ത്. ഇവിടെ വന്നേക്കുന്നതെന്നു ചോദിച്ചാൽ നമ്മുടെ അവിടെ ഏലം പാട്ട് എടുത്തിരിക്കുന്ന ഒരണ്ണനുണ്ട്. നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ട്, നമ്മൾ അണ്ണൻ്റെ വീട്ടിൽ പോയ വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അണ്ണൻ്റെ ഒരു നേർച്ചയുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ. അതിൻ്റെ എന്തോ ഭയങ്കര ഫങ്ഷനാണ് അവർക്ക് ഇവിടെ, ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ്. അപ്പം നമ്മളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിന് കൂടാനായിട്ട് വന്നിരിക്കുക. മാവ് പൂത്തിട്ടുണ്ട് കേട്ടോ. എന്നാ വലിയ മാവല്ലേ കണ്ടാലേ നമ്മള് ശബരിമല സീസണിൽ പമ്പ ചെല്ലുന്ന മരങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആൾക്കാർ അങ്ങോട്ടുള്ള അമ്പലത്തിന്റെ അങ്ങോട്ടും മുന്നോട്ട് അമ്പലത്തിലോട്ട് അങ്ങോട്ടാ പോകുന്നത്. ആണോ? അതേണ്ട കുറെ സ്റ്റെപ്പ് കയറി കണ്ടോ? അങ്ങോട്ട് പോകണം, അതിലേ കയറി പോകണം. കേട്ടോ അണ്ണനെ നമ്മളിവിടെ വന്നേ, അമ്പലത്തിൽ വന്നപ്പോഴത്തേക്കിനും ഇവിടെ പൊങ്കൽ നേർച്ചയൊക്കെ കഴിഞ്ഞു. അതെല്ലാം കണ്ടു. ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് മേളൊരു അമ്പലമുണ്ട്, അവിടെ പോകണം. അപ്പോൾ ഇനി ചടങ്ങുകളൊക്കെ തുടങ്ങുന്നു. അപ്പോൾ കുഞ്ഞിക്ക് അവിടുന്ന് കുറച്ച് അവർ രാവിലെ കുറേ പേര് നേരത്തെ വന്നായിരുന്നു. അവർ വന്ന് ഉപ്പുമാവൊക്കെ റെഡിയാക്കിയായിരുന്നു. കുഞ്ഞിക്ക് ഉപ്പുമാവ് അതേ നല്ലപോലെ കട്ടയായില്ലായിരുന്നു. അപ്പോൾ ഉപ്പുമാവ് കുഞ്ഞിക്ക് പറ്റത്തില്ല. അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് കപ്പ റെഡിയാക്കിയായിരുന്നു. കപ്പയും കാന്താരിയും മാങ്ങാച്ചാറും. അടിപൊളി. കാണിച്ചേ അല്ലേ കപ്പ വേണ്ടാത്ത ഞാൻ ഇപ്പൊ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ് കുഞ്ഞിക്ക് പിടിച്ചില്ല. അപ്പൊ പിന്നെ നമുക്ക് കപ്പയും കാന്താരിയും കഴിച്ചേക്കാം അല്ലേ? എന്നാ കഴിച്ചോ. കപ്പയും കാന്താരിയും മാങ്ങാച്ചാറും. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞി? കൊള്ളാം അല്ലേ? എന്നാന്നോ ഇവിടുത്തെ ഉപ്പുമാവൊക്കെ കഴിച്ചപ്പോഴാ കുഞ്ഞിക്ക് നമ്മുടെ കപ്പയുടെ ടേസ്റ്റ് മനസ്സിലായി. അടിപൊളി കപ്പയും കാന്താരി അല്ലായിരുന്നു. നല്ല ബിരിയാണി തിന്നുന്ന, മന്തി തിന്നുന്ന പോലെ ആയിരുന്നു കുഞ്ഞി കപ്പ തിന്ന കേട്ടോ. വിശക്കുന്നുണ്ടായിരുന്നു. അതെ, കുഞ്ഞിക്ക് അതായാലും ഒരു ബിരിയാണി വെച്ച് കൊടുക്കും കേട്ടോ. ആരാന്നറിയാവോ? ഞാവൽ ഇത്രയും വലിയൊരു ഞാവൽ മരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. എന്നാ വലിപ്പം അല്ലേ?
കുഞ്ഞ് വേണം ഇതിനകത്തൂടെ കയറി കുഞ്ഞിക്ക് അകത്ത് കയറാം കേട്ടോ. അതുകൊണ്ട് കേട്ടോ അത്രയും വലിപ്പമായി ഈ മരത്തിന്റെ ചോട് ഇത് കണ്ടോ, എന്നാ വലിപ്പം ഇത്. അമ്മ ഇത്ര നേരം കയറിയപ്പോഴേ മടുത്ത് താഴേന്നേ. ഒരു കാര്യേ, അമ്മയും നീയും കൂടെ ഇവിടെ ഇരിക്കും, ഞാനും കുഞ്ഞുങ്ങളെ മേളിൽ പോയി നോക്കിയിട്ട് വരാം. കുറേ ഉണ്ട് ഇതുണ്ട്, ഇതിങ്ങനെ കിടക്കുക, കുറേ കയറാനുണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ കുഞ്ഞി, നല്ല സ്ഥലം അത് കാണാൻ. അങ്ങ് മണ്ടയിലാന്ന് തോന്നുന്നു. ഇതിലങ്ങ് കയറി പോകണം. മടുത്തോ? ഇല്ല, എനർജറ്റിക് ആണോ? കപ്പ തിന്നതിൻ്റെ എനർജിയാണോ? അതെ. നല്ല ഹൈറ്റിലാ അല്ലേ? കുറേ ഉണ്ട് കേട്ടോ ഇനിയും കയറാൻ. അങ്ങനെ നമ്മൾ ചേട്ടെല്ലാം കയറി അമ്പലത്തിന് മേളി വന്നു കേട്ടോ. മലയുടെ മേളിലാണ് കേട്ടോ ഇനി. ഇവിടെ കയറി വന്നാലേ ഇത്രയും വലിയ മലയുടെ മേളിലൊരു കുളമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമാണ്. ഇത് ഭയങ്കര അത്ഭുതമല്ലേ? താഴെ കാണുന്ന വഴി കണ്ടോ? നിങ്ങൾ താഴെ നടന്ന് കയറി വന്ന വഴിയാണ് കേട്ടോ. എങ്ങനെയുണ്ടെങ്കിലും മേൽവശത്ത് വന്ന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, കൊള്ളാം അല്ലേ? ഒരു പ്രാവശ്യം വരാനുണ്ടല്ലേ? ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ തള്ളക്കോഴിയില്ലേ, തള്ളക്കോഴി ഇതുപോലെ കുഞ്ഞുങ്ങളെ ആയിട്ട് നടക്കും. എന്നിട്ട് പരുന്തോ കാക്കയോ ഒക്കെ വരുവാണെങ്കിൽ അതുങ്ങളെല്ലാം ഓടിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കും. എല്ലാം പറക്കം മുറ്റാറാകുക എന്ന് പറയും. സ്വന്തമായിട്ട് തേടി തിന്നാറായി കഴിയുമ്പം എല്ലാത്തിനെയും പിരിച്ചു വിടും. ഇവിടെയൊക്കെ എന്നാ രസമല്ലേ കാണാനൊക്കെ. ഈ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ നല്ല സുഖമല്ലേ? ഓരോ നാട്ടിലുമേ ഓരോ കൃഷി രീതിയും ഓരോ കൾച്ചറും അതൊക്കെ അല്ലേ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതൊരു ഫാം ഹൗസ് പോലല്ല, മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. കണ്ടോ, കന്നുകാലികളൊക്കെ അവിടെ നിന്ന് മേയുന്നു. കണ്ടോ, കുറേ എണ്ണത്തിന് ഇവിടെ കെട്ടിയിട്ടേക്കുന്നു. ഇതുങ്ങളെല്ലാം വെയിലത്തുനിന്ന് മാറി ഇതുപോലെ മരങ്ങളുടെ കീഴിലൊക്കെ നല്ല വെയിലാകുമ്പോഴത്തേക്കിനും തണലത്ത് വന്നിരിക്കും. ഇഷ്ടംപോലെ കൃഷിയാണ്. ഒരു ചുറ്റിനും മലകളാണ് മൊത്തം, എല്ലാ സൈഡും മലയല്ലേ അല്ലേ? അതിന് നടുക്കാണ് ഇങ്ങനെ ഒരു സ്ഥലം അല്ലേ? നല്ല അടിപൊളി സ്ഥലമാണ്. തണലും ഇതുണ്ടോ, ഇതൊരു ഫാം ഹൗസാണ്. കണ്ടോ, അവരുടെ കൃഷി സ്ഥലങ്ങളാണ് റോഡെല്ലാം കിടക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലമല്ലേ ഇഷ്ടം? അതെ, കൊള്ളാം അല്ലേ? ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് താമസിക്കണം അല്ലേ? എവിടെയെങ്കിലും നമുക്ക് ഇച്ചിരി സ്ഥലം വാങ്ങിച്ചാൽ മേടിക്കണം, എന്നിട്ട് കൃഷിയൊക്കെ ചെയ്തൊക്കെ ജീവിച്ചാൽ അല്ലേ? കൊള്ളാം. രാമക്കൽമേട്ടിൽ ആകെ ഒരു 10-15 ഉള്ളൂ. ഇതുണ്ട്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എന്തേരാണെന്നറിയോ, ഇത് തേനി ജില്ലയില് ഒത്തിരി ആവുന്നുണ്ട് ഇപ്പോൾ. നൂറുകണക്കിന് മുഴുവൻ മണലല്ലേ? വെള്ളമില്ലല്ലോ, വെള്ളമില്ലാത്ത മണലുള്ള യാറ്. സോളാർ അല്ലേ മൊത്തം? ഫുൾ സോളാർ വെച്ചേക്കാം, ഏക്കർ കണക്കിനല്ലേ? സൂര്യപ്രകാശം നല്ലപോലെ കിട്ടുന്നോണ്ടേ അവര് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. തേനിക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചീരച്ചെടിയുടെ തോട്ടം കേട്ടോ. അടിപൊളി, നല്ല കളറും നല്ല ഭംഗി ഇത് കാണാൻ. കുറേ ഏരിയയിലുണ്ട്. റോഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റാത്തത്രയും ദൂരത്തിൽ. അടിപൊളിയാണ്. തോട്ടം കണ്ടോ, നല്ല അടിപൊളി തെങ്ങുന്നോട്ടമല്ലേ? തെങ്ങിന് മുഴുവൻ തടം കോരി എല്ലാം ഒരുക്കി നല്ല റെഡിയാക്കി നിർത്തിയേക്കും അല്ലേ? ചുറ്റും ഇങ്ങനെ നല്ല റൗണ്ടിൽ തന്നെ ഉണ്ട്. വെള്ളമൊക്കെ കെട്ടി നിൽക്കാനായിട്ട്. കൃഷി പഠിക്കണമെങ്കിലേ നമ്മൾ വേറെ രാജ്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കൃഷി പഠിക്കണമെങ്കിൽ ഈ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ വന്നാൽ മതി. അവർ നല്ല കറക്റ്റ് മെയിൻ്റനൻസിൽ എല്ലാ പരിപാടിയും ചെയ്യുന്നത് അല്ലേ? നമ്മളവിടെ കൂടുതൽ ഈ നാണ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് റബ്ബർ, ഏലം, കുരുമുളക് അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ വരുന്നത്.
ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു കാർഷിക മേഖലയിൽ കൂടുതലും ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും, പക്ഷെ എന്താണെങ്കിലും അവർ നല്ല കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് കൊണ്ടുപോകുന്നത്. ഇതെങ്ങനെയുണ്ട്? മുല്ലത്തോട്ടമാണ്. അത് എത്ര വർഷത്തെ പഴക്കം കാണും അല്ലേ? അതുപോലെ എല്ലാ ദിവസവും പൂ പറിച്ചെടുക്കുന്നുണ്ട്, മുട്ടകൾ പറിക്കുന്നുണ്ട്. മുട്ട അതുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാർ പറിക്കുന്നുണ്ട്, വിളവെടുത്തോണ്ടിരിക്കുക. ഡെയിലി ഇതിന്റെ മുട്ട ആകുന്നത് പറിച്ചെടുക്കുക പിറ്റേ ദിവസത്തെ മാലയ്ക്ക് വേണ്ടിയിട്ട്. എന്നല്ലേ ഐഡിയപരമായിട്ട് എല്ലാ പരിപാടിയും നല്ല അടിപൊളി തോട്ടം. മുട്ട ഉണ്ട്, നാളത്തേനുള്ള മുട്ട ആയി വരുന്നുണ്ട്. എല്ലാത്തിനും ചോട്ടിക്കിടക്കണ്ടോ? പൈപ്പ് എല്ലാം ഡ്രിപ്പ് ഇറിഗേഷൻ മൊത്തം. വെള്ളവും വളവും കൊടുത്ത് അവര് നല്ല അടിപൊളിയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. നല്ല അടിപൊളി ഒരു ജമന്തി തോട്ടം കണ്ടോ? നല്ല ബന്ദിയാണ്. സൂപ്പർ തോട്ടം അല്ലേ? നല്ല പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും അതിന്റെ നടുക്ക് വീടും. അമ്പലത്തിന്റെ പേരെന്നാന്നറിയാവോ? ഇല്ല. ഇതാണ് വേലപ്പാർ കോവിൽ. വണ്ണം വിളിച്ചോണ്ട് നമുക്ക് ഇവിടുത്തെ ഫംഗ്ഷൻ എല്ലാം വന്ന് കാണാൻ പറ്റിയില്ലേ? അതെ, ഇങ്ങനെ സ്ഥലമല്ലേ? നല്ല സ്ഥലം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റി. അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളി സ്ഥലമല്ലേ? കൊള്ളാം. അപ്പൊ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.